ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് 2007 നിന്നും ചോദിച്ച് കണ്ടിട്ടുള്ള ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്ലസ് അതിന്റെ ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളതിൽ നിന്നും കണക്ട് ചെയ്ത് പഠിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഏകദേശം 10-11 ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ നിന്നും ഏകദേശം ഒരു 25-നപ്പുറം ചോദ്യങ്ങളും ആൻസേഴ്സും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിന്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഐറ്റംസ് ആർ പ്ലേസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിന്റെ അവസാനം പ്ലേസ് ചെയ്യുന്ന കണ്ടന്റ് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഫൂട്ടർ, ഫൂട്ട് നോട്ട്, എൻഡ് നോട്ട്, ഹെഡർ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എൻഡ് നോട്ട് ആണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എൻഡ് നോട്ട് ആണ്. ആൻഡ് ഹെഡറും ഫൂട്ടറും എന്താണെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു ഫിഗർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഏറ്റവും ടോപ്പില്, ഒരു പേജിന്റെ ഏറ്റവും ടോപ്പ് മാർജിന് മുകളിലായിട്ട് കാണുന്നതാണ് ഹെഡർ ആൻഡ് ബോട്ടം മാർജിന് താഴെയായിട്ട് എഴുതുന്നതാണ് ഫൂട്ടർ. ഓക്കെ, ആൻഡ് എക്സാമ്പിൾ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. മാഗസിൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് ആ മാഗസിൻസിന്റെ എത്രാമത്തെ ലക്കമാണ് എന്നൊക്കെ കാണിക്കുന്നത് എല്ലാ പേജിലും ടോപ്പിലോ ബോട്ടമിലോ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. ടോപ്പിൽ കാണുന്നതാണ് ഹെഡർ, താഴെ കാണുന്നതാണ് ഫൂട്ടർ. ഇനി എൻഡ് നോട്ടും ഫൂട്ട് നോട്ടും എന്താണെന്ന് പറയാം. ഓക്കെ, ഇത്തരത്തിലൊരു പാരഗ്രാഫ് ഉണ്ട്. ആ ഒരു പാരഗ്രാഫിന്റെ ചില വാക്കുകൾക്ക് മുകളിലായിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് 1, 2, 3 എന്നിങ്ങനെ നമ്പർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു പേജിന്റെ ഒരു ഭാഗമാണ്, ഒരു വേർഡ് പേജിന്റെ ഒരു ഭാഗമാണ്. ആൻഡ് അതേ പേജിന്റെ ബോട്ടം ലൈനിന് താഴെയായി ഈ മെൻഷൻ ചെയ്തിട്ടുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യങ്ങൾ എന്താണ് എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഫൂട്ട് നോട്ട്. ഓക്കെ, ഒരേ പേജിൽ തന്നെ കൊടുക്കുന്നതാണ് ഫൂട്ട് നോട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് വായിക്കുന്ന സമയത്ത് ഒരു പേജിൽ കുറേ ഇതുപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അതേ പേജിന്റെ ബോട്ടം ലൈനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫൂട്ട് നോട്ടാണ്. ആ ഒരു ചാപ്റ്ററിന്റെ അവസാനത്തെ പേജ് കഴിഞ്ഞ് ആണ് ഈ കാര്യങ്ങളെല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് എൻഡ് നോട്ടാണ്. നമ്മുടെ ഇവിടുത്തെ ചോദ്യം ഐറ്റംസ് ആർ പ്ലേസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡോക്യുമെന്റ്. ഡോക്യുമെന്റിന്റെ അവസാനം കാണുന്നത് എൻഡ് നോട്ടാണ്. ഓക്കെ, ആൻസർ എൻഡ് നോട്ടാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് ചോദ്യം, എ നമ്പർ ഓഫ് ലെറ്റർ ദാറ്റ് അപ്പിയേഴ്സ് ലിറ്റിൽ എബോവ് ദി നോർമൽ ടെക്സ്റ്റ് ഇസ് കോൾഡ്. എന്താണെന്നാണ് ചോദ്യമുള്ളത്. ആൻഡ് അതെന്താണ്? സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ഇനി സൂപ്പർ സ്ക്രിപ്റ്റിന്റെ ഷോർട്ട് കട്ട് എന്താണെന്നാണ്. കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഒരു വേർഡിനെ നോർമൽ ടെക്സ്റ്റ് ലൈനിന് മുകളിലായിട്ട് എഴുതാമെന്നുള്ളതിന്റെ ഷോർട്ട് കട്ട് ആണ് Ctrl+Shift+. ഓക്കെ, Ctrl+Shift+ രീതിയിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റിലേക്ക് മാറും. ആൻഡ് Ctrl=to എന്ന ഫോമിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് സബ്സ്ക്രിപ്റ്റ് എന്ന ഫോമിലേക്ക് മാറും. ഓക്കെ, ഇനി സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയാന്നുള്ളതാണ്. H2O എന്ന് എഴുതുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ്. 2 എന്നുള്ളത് Hന്റെ താഴെയാണ് എഴുതുന്നത്, നോർമൽ ടെക്സ്റ്റ് ലൈനിൽ താഴെയാണ് എഴുതുന്നത്. സോ അത് സബ്സ്ക്രിപ്റ്റ് ആണ്. നേരെ മറിച്ച് A+B² എന്ന പോലെയുള്ള ഇക്വേഷനിൽ A+B കഴിഞ്ഞ് ബ്രാക്കറ്റ് ഓഫ് കഴിഞ്ഞ ബ്രാക്കറ്റിന് മുകളിലായിട്ടാണ് 2 എഴുതുന്നത്. അത്തരത്തിൽ എഴുതുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. ഇവിടുത്തെ ചോദ്യം ഉണ്ടായിരുന്നത് ദ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് അപ്പിയർ ലിറ്റിൽ അബവ് ദി നോർമൽ ടെക്സ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. ബിലോ ആണെങ്കിലോ അത് സബ്സ്ക്രിപ്റ്റ് ആണ്. ഇക്വേഷൻസ് ഇവിടെ ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഈ നോർമൽ ടെക്സ്റ്റ് എന്നുള്ളതിന് പകരം ബേസ് ഓഫ് ദി ലൈൻ എന്ന് കാണാം. ഓക്കെ, ബേസ് ഓഫ് ദി ലൈൻ എന്ന് കാണാം. അങ്ങനെ വന്നാലും എബോ ബേസ് ഓഫ് ദി ലൈൻ ആണെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്, ബിലോ ബേസ് ഓഫ് ദി ലൈൻ ആണെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, രണ്ട് രീതിയിൽ ഈ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. നോർമൽ ടെക്സ്റ്റിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ ബേസ് ഓഫ് ലൈൻ, ബേസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എഴുതുന്നതാണ്. ആ ഒരു ബേസിന് താഴെയായിട്ട് എഴുതുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ്, ബേസ് ലൈനിന് മുകളിലായിട്ട് എഴുതുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് ചോദ്യം, വിച്ച് വൺ ക്യാൻ ബി യൂസ്ഡ് ആസ് വാട്ടർമാർക്ക് ഇൻ എ വേർഡ് ഡോക്യുമെന്റ്. ഒരു വേർഡ് ഡോക്യുമെന്റിനകത്ത് വാട്ടർമാർക്ക് ആയിട്ട് എന്തൊക്കെ ഉപയോഗിക്കാം എന്നാണ്. ഓപ്ഷൻസ് ഉള്ളത് ടെക്സ്റ്റ്, ഇമേജ്,
ബോത്ത് എ ആൻഡ് ബി ടെക്സ്റ്റും ഇമേജും യൂസ് ചെയ്യാം, ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇതിന്റെ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്. ടെക്സ്റ്റും വാട്ടർമാർക്കായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ഇമേജും വാട്ടർമാർക്കായിട്ട് യൂസ് ചെയ്യാം. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമേജ് വാട്ടർമാർക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് ആൻഡ് ഇത് ടെക്സ്റ്റ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് വാട്ടർമാർക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി വാട്ടർമാർക്ക് എവിടെയാണ് 2007 കാണുന്നത്? പേജ് ലേഔട്ട് ടാബിനകത്താണ്, പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഗ്രൂപ്പിനകത്താണ് വാട്ടർമാർക്ക് എന്നുള്ള കമാൻഡ് ഉള്ളത്. ഓക്കെ, നമ്മളുടെ 2007 വേർഡിനകത്ത് ഒരു ടാബിനെ ഡിഫറെന്റ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പേജ് ലേഔട്ട് ടാബിനകത്ത് പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഗ്രൂപ്പിനകത്താണ് വാട്ടർമാർക്ക് വരുന്നത്. ഇവിടെ കാണാനായിട്ട് പറ്റും ഇൻസേർട്ട് ഗോസ്റ്റഡ് ടെക്സ്റ്റ് ബിഹൈൻഡ് ദ കണ്ടന്റ് ഓഫ് ദി പേജ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില ചോദ്യങ്ങളിൽ കാണാം വിച്ച് കമാൻഡ് ഇസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ഗോസ്റ്റഡ് ടെക്സ്റ്റ് ബിഹൈൻഡ് ദി കണ്ടന്റ് ഓഫ് ദി പേജ്. ഇങ്ങനെ കാണാം. അതിൻ്റെ ഉത്തരം എന്താണ്? വാട്ടർമാർക്കാണ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ which command is used to insert dim letters behind the content എന്ന് കാണാം. കുറച്ച് dim ആയിട്ടുള്ള ലെറ്റേഴ്സ് കണ്ടന്റിന് പുറകിലായിട്ട് ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് എന്നും കാണാം. അതെല്ലാം എന്താണ്? വാട്ടർമാർക്ക് ആണ്. ഓക്കെ, അപ്പോൾ പേജ് ലേഔട്ട് ടാബിനകത്ത് പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഗ്രൂപ്പിനകത്താണ് വാട്ടർമാർക്ക് എന്നുള്ള കമാൻഡ് ഉള്ളത്. ടെക്സ്റ്റും ഇമേജും നമുക്ക് വാട്ടർമാർക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം, ദി ഡിറക്ഷൻ ഓഫ് എ റെക്ടാങ്കുലർ പേജ് ഫോർ വ്യൂവിംഗ് ആൻഡ് പ്രിന്റിംഗ് ഇസ് കോൾഡ്. എന്താണത്? ആൻസർ വരുന്നത് ഓറിയന്റേഷൻ ആണ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് എ റെക്ടാങ്കുലർ പേജ് ഫോർ വ്യൂവിംഗ് ആൻഡ് പ്രിന്റിംഗ് ഇസ് കോൾഡ് ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ ഉള്ളതും പേജ് ലേഔട്ട് ടാബിനകത്തെ പേജ് സെറ്റപ്പിനകത്താണ്. ഓക്കെ, അതിവിടെ ഓപ്പൺ ആയി വെച്ചതുകൊണ്ടാണ് കാണാത്തത്. ഓക്കെ, എവിടെയാണ്? പേജ് സെറ്റപ്പ് എന്ന ഗ്രൂപ്പിനകത്താണ് ഓറിയന്റേഷൻ ഉള്ളത്. ഓറിയന്റേഷൻ രണ്ട് വിധത്തിലാണുള്ളത്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. ഓക്കെ, അപ്പോൾ പേജ് ലേഔട്ട് ടാബിനകത്ത് പേജ് സെറ്റപ്പ് എന്ന ഗ്രൂപ്പിനകത്താണ് ഓറിയന്റേഷൻ വരുന്നത്. ആൻഡ് രണ്ട് തരത്തിലുള്ള ഓറിയന്റേഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം, ടു അപ്ലൈ സെന്റർ അലൈൻമെന്റ് ടു എ പാരഗ്രാഫ് വി ക്യാൻ പ്രസ്. ഏത് ഷോർട്ട് കട്ട് ആണ് യൂസ് ചെയ്യേണ്ടത് സെന്റർ അലൈൻമെന്റിന് എന്നാണ് ചോദ്യം. ഏതാണ് ഇതിൽ നിന്നും തോന്നുന്നത്? സെന്റർ അലൈൻമെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് Ctrl-E ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട്സ് നോക്കാം. ലെഫ്റ്റ് അലൈൻമെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് Ctrl-L ആണ്. റൈറ്റ് അലൈൻമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് Ctrl-R ആണ്. ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, രണ്ട് ബോർഡറും കറക്റ്റ് ആയിട്ട് എഴുതുന്നതൊക്കെയാണ് ജസ്റ്റിഫിക്കേഷൻ. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് Ctrl-J ആണ്. ഓക്കെ, ഡീഫോൾട്ട് അലൈൻമെന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഡീഫോൾട്ട് അലൈൻമെന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് അലൈൻമെന്റ് ആണ് വേർഡിനകത്ത്. ആൻഡ് 4 തരത്തിലുള്ള അലൈൻമെന്റ് ആണുള്ളത്, ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ ആൻഡ് ജസ്റ്റിഫൈ. ഓക്കെ, ഡീഫോൾട്ട് ഏതാണ്? ലെഫ്റ്റ് അലൈൻമെന്റ് ആണ്. സെന്റർ അലൈൻമെന്റിന് വേണ്ടിയിട്ട് Ctrl-E എന്ന ഷോർട്ട് കട്ട് ആണ്. ലെഫ്റ്റ് റൈറ്റ് അറിയാം, ലെഫ്റ്റിന്റെ എല്ലും റൈറ്റിന്റെ ആറും എന്ന് ഓർത്തിരിക്കുക. ജസ്റ്റിഫിക്കേഷന് വേണ്ടി Ctrl-J, അതും ഫസ്റ്റ് ലൈൻ ഓർത്തിരുന്നാൽ മതി. ഇനി ഈ ഓപ്ഷൻസിന്റെ ഷോർട്ട് കട്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കാം. Ctrl-S സേവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന ഡോക്യുമെന്റ് സർട്ടൻ ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഷോർട്ട് കട്ട് ആണ് Ctrl-S. ഓക്കെ, Ctrl-C കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയാണ് Ctrl-C. ആൻഡ് കോപ്പി ചെയ്യുന്ന കണ്ടന്റ് സ്റ്റോർ ആവുന്നത് ക്ലിപ്പ് ബോർഡിനകത്താണ്. ആൻഡ് ക്ലിപ്പ് ബോർഡിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 24 ആണ്. കട്ട് കോപ്പി ചെയ്യുന്ന കണ്ടന്റുകൾ സ്റ്റോർ ആവുന്നത്, ടെമ്പററി ആയിട്ട് സ്റ്റോർ ആവുന്നത് ക്ലിപ്പ് ബോർഡിനകത്താണ്. ഇനി Ctrl-A എന്ന ഷോർട്ട് കട്ട് എന്തിനു വേണ്ടിയാണ്? ഒരു പേജിൽ ഹോൾ ഡോക്യുമെന്റിലുള്ള എല്ലാ കണ്ടന്റും സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് Ctrl-A, സെലക്ട് ഓൾ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ ഹോം ടാബിനകത്താണ് അലൈൻമെന്റ് കാണുന്നത്. ഹോം ടാബിനകത്തെ പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ഈ അലൈൻമെന്റ് കാണുന്നത്. അത് ജസ്റ്റ് കാണിച്ചിരിക്കുകയാണ്. വിച്ച് കമാൻഡ് വിൽ എക്സിക്യൂട്ട് എ ന്യൂ വേർഡ് ഫയൽ ഇൻ എ വിൻഡോസ് മെഷീൻ എന്നാണ് ചോദ്യം. ചോദ്യം കണ്ടിട്ട് കൺഫ്യൂസ് ആവണ്ട. സിമ്പിൾ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് ഫയലിന്റെ സ്റ്റാർട്ട് ഫയൽ ഏതാണ്, എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാർട്ട് ഫയൽ ഏതാണെന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ വരുന്നത് വിൻവേർഡ് ആണ്. ഓക്കെ, വിൻവേർഡ് ആണ്. ഇനി കുറച്ച് കണക്റ്റിംഗ് ഫാക്ട് നോക്കാം. MS വേർഡിന്റെ 2007 MS വേർഡിന്റെ സ്റ്റാർട്ട് ഫയൽ എന്ന് പറയുന്നത് winword.exe എന്നാണ്.
EXE എന്നുള്ളത് എക്സ്റ്റൻഷൻ ആണ് ആൻഡ് അത് ഡിനോട്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടബിൾ ഫയൽസ് എന്നാണ്. ഓക്കെ, ഇനി 2003 വേർഡിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .doc ആണ്. 2007 മുതൽ അങ്ങോട്ട് .docx ആണ്. ഓക്കെ, ആ എക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ XML സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ഇനി ഡീഫോൾട്ട് ഫയൽ നെയിം വേർഡ് 2007 ഡോക്യുമെന്റിന്റെ ഡീഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് document1 ആണ്. ഓക്കെ, സോ സ്റ്റാർട്ട് ഫയൽ എന്ന് പറയുന്നത് winword.exe. exe എന്ന് പറയുന്നത് എന്താണ്? എക്സിക്യൂട്ടബിൾ ഫയൽ ആണ്. ആൻഡ് എക്സ്റ്റൻഷൻസ് പറഞ്ഞു. 2003 ആണെങ്കിൽ .doc, 2007 ആണെങ്കിൽ .docx വരും. ആ എക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ XML സ്റ്റാൻഡേർഡ് ആണ്. ആൻഡ് ഡിഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് document1 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് കോളംസ് സപ്പോർട്ടഡ് ബൈ എ ടേബിൾ ഇൻ എ വേർഡ് ഫയൽ. ഒരു വേർഡ് ഫയലിനകത്ത് നമുക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. അത്തരത്തിൽ ഒരു ടേബിളിനകത്ത് വേർഡ് ഫയലിനകത്തെ ഒരു ടേബിളിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് കോളംസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് 63 ആണ്. ഒരു വേർഡ് ഫയലിനകത്തെ ടേബിളിനകത്ത് ശ്രദ്ധിക്കണം, ടേബിളിനകത്ത് 63 കോളംസ് വരെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ആൻഡ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള സംഖ്യകൾക്ക് ചില പ്രത്യേകതകളുണ്ട്, അതുകൂടെ നോക്കാം. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ടെക്സ്റ്റ് കോളംസ് സപ്പോർട്ടഡ് ബൈ എ വേർഡ് ഡോക്യുമെന്റ് എത്രയാണ്? 13 ആണ്. കോളം ബ്രേക്ക് ഉണ്ട്, നമുക്കറിയാം. ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന പോലെ കോളം തിരിച്ചെഴുതുന്നതിന് വേണ്ടിയാണ് കോളം ബ്രേക്ക്. അത്തരത്തിൽ ടെക്സ്റ്റ് കോളംസ് എത്ര വരെ മാക്സിമം എൻ്റർ ചെയ്യാനായിട്ട് കഴിയും? 13 കോളംസ്. അതായത് ഒരു വേർഡ് പേജിനെയാണ് പറയുന്നത് 13 കോളംസ് ആയിട്ട് വരെ തിരിക്കാനായിട്ട് പറ്റും. മാക്സിമം 13 കോളംസ് വരെയാണ് പറ്റുള്ളൂ. ഓക്കെ, ഇനി 8 എന്ന് പറയുന്നത് എന്താണ്? വേർഡ് 2007 ഏറ്റവും ചെറിയ ഡീഫോൾട്ട് ഫോണ്ട് സൈസ്. ഓക്കെ, ഏറ്റവും ചെറിയ ഡീഫോൾട്ട് ഫോണ്ട് സൈസ്. ശ്രദ്ധിക്കണം, ഡീഫോൾട്ട് ഫോണ്ട് സൈസ് എന്ന് സ്ട്രെസ് ചെയ്തിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് 8. ഇനി 72 എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് ഡീഫോൾട്ട് ഫോണ്ട് സൈസ്. ഓക്കെ, ഹയസ്റ്റ് ഡീഫോൾട്ട് ഫോണ്ട് സൈസ് 72 ആണ്. സ്മോളസ്റ്റ് ഡീഫോൾട്ട് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ഈ ഡീഫോൾട്ട് എന്ന് പറയാൻ കാരണം നമ്പർ ബോക്സിൻ്റെ ലിസ്റ്റ് ഔട്ട് ഡ്രോപ്പ് മെനുവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 8 മുതൽ 72 വരെയുള്ള നമ്പേഴ്സ് ആണ്, അതിനിടയ്ക്കുള്ള കുറച്ച് നമ്പേഴ്സ് ആണ് കാണാം. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഡീഫോൾട്ട് വാല്യൂ ആണ് 8 ആൻഡ് ഹയസ്റ്റ് ഡീഫോൾട്ട് വാല്യൂ ആണ് 72. ഓക്കെ, ആൻഡ് നമുക്ക് ആ ഒരു നമ്പർ ബോക്സിനകത്ത്, ആ ഫോണ്ടിൻ്റെ ആ ഒരു നമ്പർ ബോക്സിനകത്ത് എൻ്റർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഏറ്റവും വലിയ വാല്യൂ 1638 ആണ്. സോ ഈ ഒരു 4 നമ്പേഴ്സിൻ്റെയും കണക്ഷൻ എങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞു. 8 എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ഡീഫോൾട്ട് ഫോണ്ട് സൈസ്. ഓക്കെ, 72 എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡീഫോൾട്ട് ഫോണ്ട് സൈസ്. 13 എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ടെക്സ്റ്റ് കോളം അവൈലബിൾ ഇൻ MS വേർഡ്. ആൻഡ് 63 എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടേബിൾ. അതാണ് വ്യത്യാസം. 13ഉം 63ഉം തമ്മിലുള്ള വ്യത്യാസം. ടെക്സ്റ്റ് കോളംസ് ആണ് 13. നമ്മൾ ന്യൂസ് പേപ്പർ ലൈക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കോളംസ് ആയിട്ട് എഴുതുന്നത്. കോളം എഴുത്തുന്നല്ലേ പറയാം. ഓക്കെ, അത് അത്തരത്തിൽ 13 കോളംസ്, പേജിന് 13 കോളംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആൻഡ് ഒരു ടേബിളിനകത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് കോളംസ് ആണ് 63. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം സൈസ് ഓഫ് എ ഫയൽ ദാറ്റ് വേർഡ് ക്യാൻ ഓപ്പൺ? ഒരു വേർഡിനകത്ത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഫയൽ, അതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 512 MB ആണ്. ഓക്കെ, ഒരു വേർഡ് ഫയലിനകത്ത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഫയലിൻ്റെ മാക്സിമം സൈസ് എത്രയാണ്? 512 MB ആണ്. ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. വേർഡ് ഫയലിനകത്ത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഫയലിൻ്റെ മാക്സിമം സൈസ് എത്രയാണ്? 512 MB ആണ്. ആൻഡ് നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് സൈസ് ചാർട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു ബിറ്റ് എന്ന് പറയുന്നത് 1 or 0 ബൈനറി നമ്പേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 or 0 ആണ് ഒരു ബിറ്റ് എന്ന് പറയുന്നത്. അത്തരത്തിൽ 4 ബിറ്റിനെയാണ് ഒരു നിബിൾ എന്ന് പറയുന്നത്. 8 ബിറ്റിനെയാണ് ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു ഒക്ടറ്റ് എന്ന് പറയുന്നത്. ഇനി 1024 ബൈറ്റ് ആണ് 1 കിലോ ബൈറ്റ് ആൻഡ് 1024 കിലോ ബൈറ്റ് ആണ്
ഒരു മെഗാബൈറ്റ്, ദാറ്റ് ഈസ് MB, ആൻഡ് 1024 MB ആണ് ഒരു GB, ആൻഡ് 1024 GB ആണ് ഒരു TB. അങ്ങനെ 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 എവിടെ വരെ കൊടുത്തിട്ടുണ്ട്? യോട്ടാബൈറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറ, പെറ്റ, എക്സ, സെറ്റ, യോട്ട, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇത് നോക്കുക, ഇത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതിയാകും. ക്വസ്റ്റ്യനിൽ TB വരെയൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. 1 TB is equal to എന്നുള്ള ചോദ്യങ്ങൾ വരെ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഓക്കെ, സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇൻ MS Word the maximum file size is limited to. ഓക്കെ, ഒരു MS Wordന്റെ മാക്സിമം ഫയൽ സൈസ് എന്ന് പറയുന്നത് 32 MB ആണ്. ഓക്കെ, നേരത്തെ പഠിച്ച ചോദ്യം, ഒരു MS Wordനകത്ത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഫയലിൻ്റെ, മേ ബി അത് ഇമേജ് ആവാം, അല്ലെങ്കിൽ ഓഡിയോ ഫയൽസ് ആഡ് ചെയ്യാം, അത്തരത്തിൽ അങ്ങനെ ആഡ് ചെയ്യുന്ന ഒരു ഫയലിൻ്റെ മാക്സിമം സൈസ് എത്ര വരെ ആവാം? 512 MB വരെ ആകാം. പക്ഷേ ഈ ചോദ്യം എന്താണ്? MS Wordന്റെ മാക്സിമം ഫയൽ സൈസ് എത്രയാണ്? 32 MB ആണ്. ഓക്കെ, 32 MB ആണ് ഒരു MS Word ഫയലിന് മാക്സിമം ആകാവുന്ന സൈസ്. ഓക്കെ, ആ രണ്ട് ചോദ്യം കൺഫ്യൂഷൻസ് ഇല്ലാതെ തന്നെ നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ചോദ്യം എന്താണ്? ദ പ്രൊട്ടക്ട് ഡോക്യുമെന്റ് ഓപ്ഷൻസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ ടാബ് ഓഫ് റിബൺ. ഏത് ടാബിനകത്താണ് എന്നാണ് ചോദ്യം. ഏത് ടാബിനകത്താണ്? റിവ്യൂ ടാബിനകത്താണ്. ഓക്കെ, ആൻഡ് ആ റിവ്യൂ ടാബിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ കൊടുത്തിട്ടുള്ളത്. റിവ്യൂ ടാബിനകത്ത് ഇവിടെ കാണാം പ്രൊട്ടക്ട് ഡോക്യുമെന്റ്. ഓക്കെ, റിവ്യൂ ടാബിനകത്ത് പ്രൊട്ടക്ട് എന്ന ഗ്രൂപ്പിനകത്താണ് പ്രൊട്ടക്ട് ഡോക്യുമെന്റ് വന്നിരിക്കുന്നത്. ഈ ഗ്രൂപ്പുകൾ എടുത്തു പറയാനുള്ള കാരണം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ഗ്രൂപ്പിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. സോ പ്രൊട്ടക്ട് ഡോക്യുമെന്റ് എവിടെയാണ്? റിവ്യൂ ടാബിനകത്ത് പ്രൊട്ടക്ട് ഗ്രൂപ്പിനകത്താണ്. ആൻഡ് അതേ റിവ്യൂ ടാബിനകത്തെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറും തെസേഴ്സും. ഓക്കെ, നമ്മൾ എഴുതിയിരിക്കുന്ന കണ്ടന്റിന് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടാണ് F7. ഓക്കെ, F7. ആൻഡ് അത് ഏത് ടാബിനകത്താണ്? റിവ്യൂ ടാബിനകത്ത് പ്രൂഫിംഗ് എന്ന ഗ്രൂപ്പിനകത്താണ് സ്പെൽ ചെക്ക് ഓപ്ഷൻസ് വരുന്നത്. ഇനി തെസേഴ്സ് എന്താണ്? നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു വേർഡിന്റെ സിനണംസ് ആൻഡ് ആന്റണംസ്, വിപരീതാർത്ഥവും പര്യായവും കാണുന്നത് എവിടെയാണ്? തെസേഴ്സിനകത്താണ്. ഷിഫ്റ്റ് F7 ആണ് അതിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. അതെവിടെയാണ്? റിവ്യൂ ടാബിനകത്ത് പ്രൂഫിംഗ് ഗ്രൂപ്പിനകത്താണ് തെസേഴ്സ് വരുന്നത്. ഓക്കെ, ഈ റിവ്യൂ ടാബിനകത്ത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രൊട്ടക്ട് ഡോക്യുമെന്റും സ്പെൽ ചെക്കും. അതെവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതുവരെ ക്ലിയർ ആണെന്ന് കരുതുന്നു. വിച്ച് ലാംഗ്വേജ് ഇസ് യൂസ്ഡ് ടു ബിൽഡ് ദ മാക്രോസ് ഇൻ വേർഡ് ഡോക്യുമെന്റ്? വേർഡ് ഡോക്യുമെന്റിൽ മാക്രോസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വൺ ഓഫ് ദി ഫീച്ചേഴ്സ് ആണ് വേർഡിന്റെ. ആൻഡ് അത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്നാണ് ചോദ്യം. C++ ആണോ, വിഷ്വൽ ബേസിക് ആണോ, കോബോൾ ആണോ, MySQL ആണോ? ആൻസർ വരുന്നത് വിഷ്വൽ ബേസിക് ആണ്. ഓക്കെ, വിഷ്വൽ ബേസിക് ലാംഗ്വേജ് ആണ് മാക്രോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. ആൻഡ് കുറച്ച് കണക്റ്റിംഗ് ഫാക്ടേഴ്സ് നോക്കാം. C++ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ആൻഡ് അത് ഡെവലപ്പ് ചെയ്ത വ്യക്തിയുടെ പേര് ഓർത്തിരിക്കുക, സ്ട്രോസ്ട്രപ്പ് ആണ്. ഓക്കെ, ഇനി കോബോൾ എന്ന് പറയുന്നത് ബിസിനസ് രംഗത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന, ബിസിനസ് ഫീൽഡിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ഗ്രേസ് മുറേ ഹോപ്പർ ആണ് അത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, കോബോൾ ഡെവലപ്പ് ചെയ്തത് ഗ്രേസ് മുറേ ഹോപ്പർ ആണ്. ബിസിനസ് ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് എന്നാണ് കോബോളിന്റെ എക്സ്പാൻഷൻ വരുന്നത്. ഇനി വിഷ്വൽ ബേസിക് ബൈ മൈക്രോസോഫ്റ്റിന്റെ ആണ് വിഷ്വൽ ബേസിക്. ആൻഡ് ബേസിക് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എന്നാണ്. ഇവിടെ ലാംഗ്വേജ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ലാംഗ്വേജ് അല്ല, സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എന്നാണ്. ഓക്കെ, ബേസിക് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എന്നാണ് ബേസിക്കിന്റെ ഫുൾ ഫോം വരുന്നത്. ഇനി MySQL എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് RDMS ആണ്. RDMS എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, അത്രയും ഓർത്തിരുന്നാൽ മതി. ഓപ്പൺ സോഴ്സ് RDBMS ആണ്. MySQL എന്നതിന്റെ ഫുൾ ഫോം വരുന്നത് മൈ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ്. ഓക്കെ, മൈ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ് MySQLന്റെ ഫുൾ ഫോം വരുന്നത്. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇത്രയുമാണ് കണക്റ്റിംഗ് ഫാക്റ്റും ചോദ്യങ്ങളും ഉണ്ടായിരുന്നത്. അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഫൈൻ, താങ്ക് യു.